അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലും തന്റെ നാട്ടിലെ സാധാരണക്കാരുടെ വീട്ടുപടിക്കലും ഒരേ സമയം ഓടിയെത്തുന്ന കെ.സി. വേണുഗോപാൽ കാലചക്രം തിരിയുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നട്ടെല്ലായി മാറുകയാണ്. പുന്നപ്രയിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഓടിയെത്തിയ അതേ കെ.സി. തന്നെയാണ് തമിഴ്നാട്ടിലും സീറ്റ് വിഭജന വട്ടമേശ ചർച്ചയിലെ അമരക്കാരനായി മാറിയത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അദ്ദേഹം തന്റെ സാന്നിധ്യം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇന്ന് രണ്ട് തരം രാഷ്ട്രീയമാണ് കാണുന്നത്. ഒന്ന്, അധികാരത്തിന്റെ തണലിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നവരും അവരെ ദ്രോഹിക്കുന്നവരും. രണ്ട്, പദവികൾ എത്ര വലുതായാലും സാധാരണക്കാരന്റെ വേദനയെറിഞ്ഞു കൂടെ നിൽക്കുന്നവർ. രണ്ടാമത് പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരാണ് കെ.സി. വേണുഗോപാൽ. ഭരണകൂടം കൈയൊഴിഞ്ഞ ആരോഗ്യമന്ത്രിക്ക് തിരിഞ്ഞു നോക്കാൻ നേരമില്ലാത്ത ആ നിമിഷത്തിലാണ് കെ.സി. വേണുഗോപാൽ എന്ന ജനനായകൻ ഇടപെട്ടത്. ഡൽഹിയിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ആ കുടുംബത്തെ ഫോണിൽ വിളിച്ചു. സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയന്ന ആ സ്ത്രീക്ക് ആശ്വാസമായത് സ്വന്തം നിലയിൽ ആംബുലൻസ് അയച്ചു. കൊച്ചി അമൃത ആശുപത്രിയിൽ അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കി. എം ലിജുവിനെ പോലെയുള്ള തൻ്റെ വിശ്വസ്തരായ നേതാക്കളെ അവിടേക്ക് അയച്ച് ഞാൻ കൂടെയുണ്ട് എന്ന ആത്മവിശ്വാസം നൽകി. ഇതാണ് നേതാവ്. ഫേസ്ബുക്കിൽ ക്യാപ്സ്യൂൾ ഇറക്കുന്നവരല്ല, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ നേരിട്ടിറങ്ങി പരിഹാരം കാണുന്നവരാണ് യഥാർത്ഥ നേതാവ്. കെ.സിയുടെ ഈ ഒറ്റ നീക്കം കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തകർന്നു തരിപ്പണമായി പോയി. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇതവർക്ക് നനച്ചിരിക്കാതെ കിട്ടിയ അടിയാണ്. ഇതേ കെ.സി. വേണുഗോപാലിനെ തന്നെയാണ് നമ്മൾ തമിഴ്നാട്ടിലും കാണുന്നത്. അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. തമിഴ് മണ്ണിൽ ബി.ജെ.പിയുടെ വർഗീയ രാഷ്ട്രീയത്തെയും അടിത്തറയില്ലാത്ത മുന്നണികളെയും നേരിടാൻ കോൺഗ്രസിനെ സജ്ജമാക്കുന്നത് ഇദ്ദേഹമാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി ഇന്ത്യയൊട്ടാകെ കോൺഗ്രസിനെ നയിക്കുമ്പോഴും ആലപ്പുഴയിലെ പാവപ്പെട്ടവന്റെ വിളിപ്പുറത്ത് കെ.സിയുണ്ട്. ഭരണകക്ഷിയായ DMK സഖ്യങ്ങളുമായി നിർണായകമായ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചു. മണ്ഡലങ്ങളെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ അഭിലാഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാൽ അടുത്തിടെ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനുമായി അദ്ദേഹത്തിന്റെ അൽവാർപേട്ടിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. അവിടെ രാഷ്ട്രീയം ഇപ്പോൾ വെറുമൊരു ചർച്ചയല്ല, അതൊരു യുദ്ധമാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ നയിക്കുന്ന DMK സഖ്യം ഒരു വശത്ത്, സിനിമയിലെ സൂപ്പർ താരം വിജയ് രൂപീകരിച്ച TVK വലിയ വെല്ലുവിളിയുമായി രംഗത്തുണ്ട്. തമിഴകത്തിന്റെ വികാരമെരുമുന്ന വിജയകാന്തിന്റെ TMTKയും തക്കം പാർത്തിരിക്കുന്ന ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് കെ.സി. വേണുഗോപാൽ എന്ന ചാണക്യന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വസതിയിൽ കെ.സി. നടത്തിയ ചർച്ചകൾ വെറും സീറ്റ് വിഭജനമല്ല. വിജയുടെ വരവോടെ മാറുന്ന തമിഴ് രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണമെന്നും കോൺഗ്രസിന്റെ സ്വാധീനം എങ്ങനെ ഉറപ്പിക്കണമെന്നും കൃത്യമായ പ്ലാൻ അദ്ദേഹത്തിനുണ്ട്. DMK സഖ്യത്തിനുള്ള അസ്വാരസ്യങ്ങൾ തീർക്കാനും വർഗീയ ശക്തികളെ തടഞ്ഞു നിർത്താനും കെ.സി. വേണുഗോപാലിന്റെ നയതന്ത്രജ്ഞതയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് തമിഴ് രാഷ്ട്രീയ ലോകം സമ്മതിക്കുന്നു. DMK നേതാവ് കനിമൊഴിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിൽ നടത്തിയ തന്ത്രപരമായ ചർച്ചയെ തുടർന്നാണ് വേണുഗോപാലും സ്റ്റാലിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഭരണസഖ്യത്തിനുള്ളിൽ കോൺഗ്രസിന്റെ അധികാര വിഹിതത്തെ ചൊല്ലിയുള്ള തർക്ക വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ തമിഴ്നാടിന്റെ ഭരണഘടനയ്ക്ക് അനുയോജ്യമല്ലെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ ശക്തമായി എതിർത്തു. കോൺഗ്രസ്, DMDK, ഇടതുപക്ഷ പാർട്ടികൾ, VCK എന്നിവ ഉൾപ്പെടെ സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിൽ കൂടുതൽ സഖ്യകക്ഷികളെ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി 5 സീറ്റുകൾ വേണമെന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വിരുദ്ധമായി 2 സീറ്റുകൾ DMK വാഗ്ദാനം ചെയ്തു. തിരഞ്ഞെടുപ്പ് തീയതിയെടുക്കുമ്പോൾ ഭരണസഖ്യത്തിന് നിർണായകമായ ഒരു നീക്കമാണ് ഈ ചർച്ചകൾ. ഇവിടെ കേരളത്തിൽ CPIM സർക്കാർ ജനങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, അവർക്ക് നീതി നിഷേധിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കരുത്തായി അദ്ദേഹം നിലകൊള്ളുന്നു. പദവികൾ മാറും, പക്ഷേ മനുഷ്യത്വം മാറില്ലെന്ന് കെ.സി. വേണുഗോപാൽ വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും അശരണർക്ക് ഓടിയെത്താൻ ഇന്ന് ഒരേയൊരു നേതാവേയുള്ളൂ, അത് കെ.സി. വേണുഗോപാലാണ് എന്ന് അടിവരയിടുകയാണ് രാഷ്ട്രീയ ലോകം.